കണ്ടില്ലേ ലോറിക്കാരെ ജീവിതങ്ങളൊക്കെ എങ്ങനെ കേട്ടോ. ഇവർ രാത്രി ആകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു പെട്രോൾ പമ്പിൽ ഹാൾട്ടാക്കും, പിന്നെ നേരം വെളുത്തിട്ട് കുളിച്ചൊക്കെ റെഡി ആയിട്ട് അങ്ങനെ പോകും. ഇതവിടെ കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട് ആ സൈഡിൽ നിന്നുണ്ട്. എല്ലാവർക്കും ഒരുമിച്ച് കുളിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതാ കണ്ടില്ലേ, അത് ഡ്രൈവർമാർക്ക് കിടക്കാനുള്ള സ്ഥലമാണ് ഇവിടെ. കണ്ടില്ലേ, ഇവിടെ ചെറിയൊരു ചായക്കട ഉണ്ട്. ഇപ്പുറത്ത് വേറെ രസം കണ്ടോ, ഒരു ബാർബർ ഷോപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് കണ്ടില്ലേ, ഇതാ ഇവിടെ ഉള്ള ആളാണ് ഇതിൻ്റെ ബാർബർ ഷോപ്പിൽ ഉള്ള ആള്. അത്യാവശ്യം വലിയൊരു പമ്പാണ്. ഇപ്പം രാവിലെ തന്നെ മഴ ഉണ്ട്. ഇന്നലെ രാത്രി മുതൽ പെയ്യാൻ തുടങ്ങിയതാണ് മഴ. രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പം ചെറുതായിട്ട് പെയ്യുണ്ട്. ഇവിടെ മഴയ്ക്ക് കാത്തു നിന്നാൽ ഒരു രക്ഷയില്ല. ഞാൻ ഇപ്പം തന്നെ പോകാൻ നോക്കുകയാണ്. ഇപ്പം തന്നെ സമയം കുറേ വൈകി. വണ്ടി പോകാൻ റെഡി ആയിട്ട് എല്ലാ സെറ്റപ്പിലും ആക്കി നിർത്തിയതാണ്. ഒക്കെ പാക്ക് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ, എപ്പോഴും നല്ല മഴ തന്നെയാണ്. കണ്ടില്ലേ, രാവിലെ അങ്ങോട്ട് ഓടൽ തുടങ്ങിയതാട്ടോ. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 125 കിലോമീറ്റർ അങ്ങോട്ട് ഓടി. നല്ല മഴയുണ്ടായിരുന്നു. കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഇപ്പോ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ്. രാവിലെ ചെറിയൊരു ഭക്ഷണം കഴിച്ചാണ്. ഇപ്പൊ ഇവിടെ ഒരു ഹോട്ടലിൽ കയറിയതാണ്, ഒരു ദാബേല്. ഇവിടുന്ന് ചോറിനണം. ചോറിന്നിട്ടാക്കുമ്പോൾ റെസ്റ്റൊക്കെ എടുത്ത് ഇങ്ങനെ പോകണം. ഈ ബയ്യന്റെ കടയിൽ നിന്നാണ് ഉച്ചക്ക് ചോറിന് കേട്ടോ. ബയ്യ നാം ക്യാ ആപ്കാ? അശോക്. അശോക് ബയ്യ അവിടെ ഭക്ഷണമൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കറികള് സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ മറ്റേ മല്ലിച്ചപ്പ് വന്നിട്ട് പച്ചക്കറികളൊക്കെ ഇവിടെ കുറുക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു കടയാണ്. ചോറ് റെഡി ആക്കണുള്ളൂ ഇവിടെ. കണ്ടില്ലേ, ചോറൊക്കെ സെറ്റാക്കി വെക്കണുള്ളൂ. എന്തായാലും കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും കിട്ടണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടുന്ന് ഒരു 150 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ ഒറീസയ്ക്ക് എത്തും. അപ്പം പിന്നെ അങ്ങനെ ആന്ധ്ര വിട്ട് ഒറീസയ്ക്ക് എത്തും. പിന്നെ ഒറീസയിൽ കൂടെയാണ് അടുത്ത യാത്രകളൊക്കെ. ഇത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പഞ്ചർ കട കേട്ടോ. ഇതുപോലത്തെ കടകളൊക്കെ ഹൈവേൻ്റെ സൈഡിൽ കൂടെ ഒക്കെ എല്ലായിടത്തും കാണാം. അപ്പോൾ പഞ്ചറായിട്ടുണ്ടെങ്കിലൊക്കെ പേടിക്കാനൊന്നുമില്ല. കുറച്ച് ദൂരമൊക്കെ പോയി കഴിഞ്ഞാൽ പഞ്ചറടക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ബൈക്കിനൊക്കെ ബുദ്ധിമുട്ടാണ്. 4 വീലർ അങ്ങനത്തെ വണ്ടിക്കൊക്കെ ആണെങ്കിൽ സുഖമാണ്. പഞ്ചർ സ്റ്റെപ്പിന് ടയറൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചർ അടച്ചിട്ടൊക്കെ അങ്ങനെ പോവുക, അതൊന്നും കുഴപ്പമില്ല. ഇതുവരെ ഓടിച്ചൊരു എക്സ്പീരിയൻസ് വെച്ച് പറയാം കേട്ടോ. പിന്നെ റൈഡിങ് ഗിയേഴ്സ് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല. ഷൂവ്, ജാക്കറ്റ്, അതുപോലെ ഹെൽമെറ്റ്, ഗ്ലൗസ് ഇതെല്ലാം ഉപയോഗിച്ച് ഓടിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ക്ഷീണോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതൊന്നും ഇല്ലെങ്കിൽ കാറ്റൊക്കെ നേരിട്ട് തട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഓടുമ്പോൾ അത് ക്ഷീണിക്കും. പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ഇവിടെ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. വരുന്ന വഴിക്ക് നല്ല മഴയും പെയ്തു. ഏതായാലും ഇനി ഭക്ഷണം കഴിക്കട്ടെ, എന്നിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വേണം പോവാൻ. ഇവിടുത്തെ പരിസരങ്ങളൊക്കെ കണ്ടില്ലേ, ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെ കാണാനുള്ളത്. ആ ദൂരെ കാണുന്നത് മൊത്തം വൈക്കോൽ കൂനകളാട്ടോ. ഇവിടെയൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് വൈക്കോൽ കൂനകളാണ് ആ കൂട്ടി വെച്ചിട്ടുള്ളത്. ആന്ധ്രേന്റെ ഏകദേശം മൊത്തം ഏരിയ ഇതുപോലത്തെ കൃഷിഭൂമികളാണ്. കണ്ടില്ലേ, നല്ല രസം കാണാം. തൊട്ടപ്പുറത്തൊരു നദിയാണ്. ആ നദീനോട് ചാരിയാണ് ഒരു അമ്പലമുണ്ട്, ഒരു ചെറിയൊരു അമ്പലമാണ്. അവിടെ ഒരു ഹനുമാന്റെ ഒരു പ്രതിമ ഉണ്ട്, വലിയൊരു പ്രതിമ കേട്ടോ. കണ്ടില്ലേ, ഇപ്പുറത്തെ പാടവും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നേരം ഏകദേശം വൈകുന്നേരം ആവാനായപ്പോ ആടിനെ നോക്കുന്ന ആളുകളൊക്കെ അവരെ ആടിനെ കൊണ്ട് വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ആടിനെയൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ തീറ്റി ഇനി അവരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരുപാട് ആടുകളുണ്ട്. ഞാൻ ചില ഹൈവേ കൂടെ പോയപ്പോ വെറുതെ ഒന്ന് കയറി നോക്കിയതാട്ടോ. അപ്പൊ ഒരു കടലൊക്കെ തോല് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ കുട്ടി ഭയങ്കര കരച്ചിലെന്നാ. വായിക്കോ
ഇവള് ഭയങ്കര കരച്ചിലാ. കുറച്ച് കടലൊക്കെ തന്നിട്ട് അവര് തോല് പൊളിച്ചോണ്ടിരിക്കാണ്. ഇതാണ് ഇവരെ വീട്. ഇവരെ വീട് ഇതാണ്. റോഡ് സൈഡ് തന്നെയാണ്. പിന്നെ അപ്പുറത്ത് ഫുള്ള് കൃഷി ഏരിയ ആണ്. അണ്ണാ അണ്ണാ പേര് സീനു. ആ നൈസ് നെയിം, നൈസ് നെയിം. എല്ലാരും ഇവിടെ ഭയങ്കര കളിയും ചിരിയൊക്കെ ഉണ്ടോ. ഒഡീഷയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ പെട്രോളിന്റെ റേറ്റ് എത്രയാണോ? 102 രൂപയും 60 പൈസയും. അപ്പൊ ഞാനെന്ത് ചെയ്യുന്നോ, ഫുൾ ടാങ്ക് ഉണ്ടാക്കി. കണ്ടില്ലേ, ആന്ധ്രയിലൊക്കെ 109 രൂപയും ചില്ലറയൊക്കെയാണ്. ഇവിടെ റേറ്റ് കുറവാണ്. അപ്പൊ ഇനി ഫുൾ ടാങ്ക് ആക്കുക. ഒഡീഷയില് ഹുമ എന്ന് പറഞ്ഞൊരു സ്ഥലാട്ടോ. ഇവിടെ വന്നപ്പോ ഭയങ്കര തിരക്ക്, ഒരു ആൾക്കൂട്ടം. എന്താണെന്ന് വിചാരിച്ചാണ്ട് ഞാൻ സൈഡാക്കി. ഫുള്ള് ഉണക്കൽ മീനാണ്. ഇത് കണ്ടില്ലേ, ഉണക്കൽ മീന്റെ മാർക്കറ്റാണ്. ഫുള്ള് ഉണക്കൽ മീൻ മാർക്കറ്റ്. രാത്രിയിലാട്ടോ ഇവിടെ. പകലുണ്ടോന്ന് അറിയില്ല. എന്തായാലും ഫുള്ള് ചാക്കിൽ ഉണക്കൽ മീനാണ്. എത്ര ഇതെന്നോ, ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഇവല് ഫുള്ള് സ്ത്രീകളാണ്. ചാക്കിലൊക്കെ കണ്ടില്ലേ, ചാക്ക് ഏതാ ആളേതാന്ന് അറിയില്ല, അത്രക്കുണ്ട്. ഇത് രാത്രി കച്ചവടം, പകല് കച്ചവടം എന്താന്ന് അറിയില്ല. എല്ലാരും മീനും കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആ കൊച്ചിയും വിളിയും കണ്ടില്ല. ചാക്കും മനുഷ്യന്മാരെയും തിരിച്ചറിയില്ല. ഫുള്ള് ഉണക്കൽ മീനാണ്. ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് ആദ്യമായിട്ട് കാണുക കേട്ടോ. ഉണക്കൽ മീനിന്റെ മാർക്കറ്റ് ഇത്രയും വലുത്. പല ഐറ്റംസ് ഉണക്കൽ മീനുകളാ. കണ്ട വാങ്ങാൻ തോന്നും, അങ്ങനത്തെ സൈസ് മീനുകളാണ്. എന്താ, ഈ ചേച്ചിയാണ് ഇതിന്റെ കച്ചവടം ചെയ്യണത്. ഇപ്പുറത്ത് ഇതാ വേറൊരു ചേച്ചി ഇതാ കച്ചവടം ചെയ്യുന്നുണ്ട്. ഒക്കെ സ്ത്രീകളാട്ടോ. കണ്ടില്ലേ, ശനിയാഴ്ചയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മാർക്കറ്റ്. ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും അത്രല്ല. പകലും രാത്രി ഉണ്ട് എന്നാ പറഞ്ഞത്. പകലും രാത്രിയും ഉണ്ടല്ലോ ഇവിടെ കച്ചവടം. എന്തായാലും ഐറ്റംസ് ആണ് കേട്ടോ. സംഭവം കാണേണ്ട കാഴ്ച തന്നെയാണ്. അവിടെ തൂക്കി കൊടുക്കുന്നുണ്ട്. How much this one? 160. And this one? 120. 180. Okay. That one? 180. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ റേറ്റുകൾ കേട്ടോ. റേറ്റുകളൊക്കെ കേട്ടില്ലേ. ആപ്പിളിനും ഓറഞ്ചിനൊക്കെ 80 രൂപ വെച്ചിട്ടാട്ടോ. ഇവിടെ അപ്പൊ വില കുറവാണല്ലോ. ഞാൻ കുറച്ച് ആപ്പിളും ഓറഞ്ചൊക്കെ മേടിച്ചു. നല്ല ഫ്രഷ് ആണ്, റേറ്റും കുറവാട്ടോ. അവിടെ കണ്ടിട്ടോ, ജാക്കറ്റുകള് കാര്യങ്ങള് ഒക്കെ ഉണ്ട്. ഫുഡ് ഐറ്റംസ് കണ്ടില്ലേ, പല ഐറ്റംസ് ഫുഡുകളും ഉണ്ട് ഇവിടെ.
ഒക്കെ കളർഫുൾ ആണ്. ഉണക്ക ചെമ്മീന്റെ വില 300 രൂപ. ആ ഇത് 500, 500. ആ ഇതിന് 500, ഇതിന് 300 എന്നാണ് പറഞ്ഞത്. ദിസ് വൺ ഹൗ മച്ച്? ആ 600 റുപ്യാണല്ലോ ഇതിന്. കണ്ടിട്ടൊക്കെ ഒരുപോലെ ഉണ്ട്, പക്ഷെ വില ഒക്കെ വ്യത്യാസം ഉണ്ട് എന്നപ്പോ പറയുന്നത്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ജിതേന്ദർ ബേര. ആ ജിതേന്ദർ ബേരന്റെ ഉണ്ട് ഈ കച്ചവടങ്ങൾ. ഇത് കാണുന്നത് ചെമ്മീനുകള്. ഓക്കെ താങ്ക് യു ബ്രദർ. ഉണക്കൽ മീൻ്റെ ഒരു ലോകം കണ്ടില്ലേ? ഉണക്കൽ മീനൊക്കെ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒക്കെ വന്നിട്ടുണ്ടല്ലോ, ചാക്ക് കണക്കിന് വാങ്ങി പോവാ. വില കുറവാണ്. രാത്രിയിൽ ഇങ്ങനെ തിരക്കുണ്ടാവുമ്പോ പിന്നെ പകലത്തെ അവസ്ഥ എന്താവും ഇവിടെ ഊഹിക്കാൻ കഴിയില്ല. ലൈറ്റ് കുറവാട്ടോ ഇവർക്കൊക്കെ ഇരുട്ടത്തിൽ തീർന്നിടാ കച്ചവടം ചെയ്യണത്. ഇത് അവിടെ ഓരോരുത്തർ ഇരിക്കണുണ്ടല്ലേ കച്ചവടക്കാരും ഒക്കെ ഇരുട്ടത്താണ് ഇരിക്കണത്. ഇവരെ കണ്ടില്ലേ ഇരുട്ടത്താണ് ഇരിക്കണത്. ഇവിടെ ആള് മനുഷ്യനുണ്ടോന്ന് തന്നെ തോന്നൂല, ഒക്കെ ഇരുട്ടത്താണ്. വെളിച്ചം നല്ല കുറവുണ്ട്. ഇതുപോലത്തെ ലൈറ്റ് ഉണ്ട്, അല്ലാതെ ഇവർക്ക് സ്വന്തമായിട്ട് ലൈറ്റ് കുറവാണ്. ഇത് കണ്ടില്ലേ, ഒക്കെ കൊട്ടയിൽ ഇങ്ങനെ നിറച്ച് വെച്ചതാണ് മീന്. ഇന്നലെ രാത്രി ഇവിടെ കേട്ടോ താമസിച്ചത്. ഭുവനേശ്വർ എത്തുന്നതിന്റെ കുറച്ച് മുമ്പായിട്ട് ഒരു പെട്രോൾ പമ്പിലാണ്. ഞാൻ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ തന്നെ അവര് സമ്മതിച്ചും ചെയ്തു, ഇവിടെ കടന്നോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ നല്ല വൃത്തിയുള്ള ബാത്റൂം ഉണ്ട്. ഇവരെ ബാറ്റൊക്കെ വെക്കണം, അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ടെന്റ് അടിച്ചത്. നല്ല സൗകര്യമാണ്. പിന്നെ ഇന്നലെ ഓടിയത് എത്ര കിലോമീറ്റർ വെച്ചാൽ 450 കിലോമീറ്റർ ഓടി ഇന്നലെ ഞാൻ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി 1800 കിലോമീറ്റർ ഓടാനുണ്ട്. ഇപ്പൊ ഞാൻ മൊത്തത്തിൽ കവർ ചെയ്തത് 1800 കിലോമീറ്റർ ആണ്. ഇതാണ് പമ്പ്. രാത്രി ഞാനേ 10 മണി വരെ ഓടിയത്. അവിടുന്ന് ഏകദേശം 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഒരു 10 മണിയായപ്പോൾ എത്തുകയും ചെയ്തു. അതിന്റെ ഇടയ്ക്കൊക്കെ കുറെ സ്ഥലങ്ങളിൽ നിന്നു ഭക്ഷണം കഴിക്കാനും അങ്ങനെ റെസ്റ്റ് എടുക്കാനൊക്കെ അങ്ങനെ ഒരുപാട് സമയം നിന്നും ചെയ്തു. ഇപ്പൊ 8:45. ഇപ്പൊ ഞാൻ പോവുകയാണ്. ഒക്കെ സെറ്റാക്കി കുളിച്ചൊക്കെ സെറ്റാക്കി കഴിഞ്ഞു. ഇനി നേരെ വെസ്റ്റ് ബംഗാൾ ഭാഗത്തേക്ക്. വെസ്റ്റ് ബംഗാൾക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 300 കിലോമീറ്റർ പോയാൽ വെസ്റ്റ് ബംഗാൾ ബോർഡർ ആയി. പിന്നെ ഇതാണ് ഈ പമ്പിന്റെ മാനേജർ. ഇദ്ദേഹം ഭയങ്കര സഹകരണമായിരുന്നു കേട്ടോ. ഓക്കെ ഭയ്യ, ടീക്ക്